നമസ്കാരം. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. പഞ്ചമി ദേവി എന്ന നാമമുള്ള വരാഹി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ദീപവഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും വരാഹിയമ്മ നിഷ്പ്രയാസം നടത്തിത്തരുന്നതാണ്. പഞ്ചമി തിഥിയിലോ അതല്ലെങ്കിൽ അമാവാസ്യ പൗർണമി ദിവസങ്ങളിലോ അത് പറ്റിയില്ല എങ്കിൽ ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളിലോ ഈ ദീപവഴിപാട് ചെയ്ത് അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ദീപവഴിപാട് ചെയ്ത് വരാഹിയമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, മനസ്സുരുകി വിളിച്ചാൽ തീർച്ചയായും ആഗ്രഹിച്ചത് അത് എത്ര വലുതാണോ, നമ്മുടെ പ്രശ്നം എത്ര വലുതാണോ നമുക്ക് പരിഹരിക്കേണ്ടത്, അത് അമ്മ തീർച്ചയായും വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു തരുന്നതാണ്. ആഗ്രഹ സാഫല്യം മാത്രമല്ല, ശത്രുദോഷം, കണ്ണേറ്, നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി, കൂടോത്രം, പ്രാക്ക്, മന്ത്രവാദം എന്നിവ മൂലമുള്ള ദോഷങ്ങളിൽ നിന്നും പൂർണ്ണമായും അമ്മ നമ്മളെ വെളിയിൽ കൊണ്ടുവരുന്നതാണ്. ഈ വഴിപാട് ചെയ്ത് അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു കാരണവശാലും ശത്രുദോഷം അടുക്കില്ല എന്നാണ്. അത് മാത്രമല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ, പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതെല്ലാം ഇല്ലാതാവുകയും ചെയ്യും. കടബാധ്യത തീർക്കാനുള്ള ഒരു വഴി അമ്മ നമ്മൾക്ക് മുന്നിൽ കാട്ടിത്തരുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറി പണവരവ് വീട്ടിൽ വർദ്ധിക്കുന്നതാണ്. നമുക്കുള്ള കടബാധ്യതകൾ എല്ലാം തന്നെ മാറി നമ്മുടെ ജീവിതം തെളിഞ്ഞ് മനസമാധാനപൂർണ്ണമായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഈ ദീപവഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സത്യസന്ധതയോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ ഈ ദീപവഴിപാട് ചെയ്ത് അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് നമ്മൾ ആഗ്രഹിക്കുന്ന ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പേ തന്നെ അമ്മ അതിനുള്ള പരിഹാരം കണ്ടെത്തി തരുന്നതാണ്. പക്ഷേ എല്ലാം സത്യസന്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ ദ്രോഹിക്കാനോ എന്നുള്ള രീതിക്ക് ഒന്നും അമ്മയോട് അപേക്ഷിക്കരുത്. എങ്കിൽ അമ്മ അതിന് നമുക്ക് തന്നെ തിരിച്ച് ശിക്ഷ തരുന്നതാണ്. വരാഹി അമ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ദീപവഴിപാടാണ് ഇത്. ഇനി ഈ ദീപവഴിപാട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ ഒരു ബ്രാസ് പ്ലേറ്റിലോ കുറച്ച് പച്ചരി, അതായത് ഒരു കൈപ്പിടിക്കുള്ള പച്ചരി എടുത്ത് നിരത്തി വയ്ക്കുക. എന്നിട്ട് നടുകെ ഉടച്ച ഒരു തേങ്ങ എടുത്ത് നടുകെ ഉടച്ചിട്ട് 2 മുറിയിലും കുറച്ച് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടിയിക്കണം. എന്നിട്ട് ഈ നമ്മൾ നിരത്തി വെച്ച പച്ചരിക്ക് മേലെ ഈ 2 മുറിയും, ഈ 2 തേങ്ങാമുറിയും വയ്ക്കുക. തേങ്ങാമുറിക്കുള്ളിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിക്കാവുന്നതാണ്. ഇത് രണ്ടുമില്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം 5 തിരിയിടണം. അത് പഞ്ഞിത്തിരിയോ നൂൽത്തിരിയോ ഏതായാലും ഓരോ മുറിയിലും 5 തിരി വെച്ച് ഇടണം. എന്നിട്ട് ദീപം കൊളുത്താവുന്നതാണ്. ദീപം കൊളുത്തിയ ശേഷം അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരണമേ അമ്മേ ദേവി എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ വിളി അമ്മ കേട്ടിരിക്കും. ഈ ദീപവഴിപാട് ചെയ്യേണ്ടത് രാത്രി 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ്. രാത്രിയാണ് അമ്മയ്ക്ക് ശക്തി കൂടുന്നതെന്ന് അറിയാമല്ലോ. അത് സാധിക്കാത്തവർ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ 4 മണിക്ക് മേലെ 5:30 മണി വരെയുള്ള സമയത്തും ചെയ്യാവുന്നതാണ്. പിന്നെ പഞ്ചമി തിഥിയിലാണ് ചെയ്യുന്നവരെങ്കിൽ അതിൻ്റെ സമയം നോക്കി ആ പഞ്ചമി തിഥി ഉള്ള സമയം ചെയ്യാവുന്നതാണ്. പഞ്ചമി തിഥിയാണ് നോക്കുന്നതെങ്കിൽ രാത്രി 7 മണിക്ക് മേലെ രാവിലെ 5:30 മണി വരെയുള്ള സമയത്ത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ കൊളുത്തി വെച്ച ദീപം കുറഞ്ഞത് 1 മണിക്കൂർ സമയമെങ്കിലും കത്തി തന്നെ ഇരിക്കണം. അതിനുശേഷം താനേ അണയാൻ അനുവദിക്കാതെ ഒരു പൂവോ അല്ലെങ്കിൽ ഒരു തുളസിയിലയോ കൊണ്ട് അണയ്ക്കാവുന്നതാണ്. ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് ഈ ദീപവഴിപാട് ചെയ്യൂ. നമ്മളെക്കൊണ്ട് ഒരു കാരണവശാലും തീർക്കാൻ പറ്റാതിരുന്ന പ്രശ്നങ്ങൾ കൂടെയും അമ്മ പരിഹരിച്ച് തരുന്നതാണ്. മാത്രമല്ല, ഈ ദീപവഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി മാറി കുറഞ്ഞു വരുന്നതാണ്. അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളിത് ചെയ്ത് അതിൽ നിന്നും മനസ്സിലാക്കുന്നതല്ലേ. ഇനി
ഈ ദീപം കൊളുത്തിയതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ വച്ച പച്ചരിയും തേങ്ങയും വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാനോ അതല്ല സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കാനോ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കിടാവിന്, പശുവിന് നമ്മൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്, ദാനമായിട്ട് കൊടുക്കാം. ഈ പശുവിന് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്നാണ്. അതിനാൽ ഈ വഴിപാട് എല്ലാവരും ചെയ്യുക. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഇതിൽ പരം മറ്റൊന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു ശമനം വരുന്നതാണ്. ദുഃഖങ്ങൾ മാറി ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകുന്നതുമാണ്. ഈ ദീപവഴിപാട് ചെയ്ത് അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അമ്മയുടെ ഈ ഒരു ശക്തിയുള്ള മന്ത്രം ചൊല്ലിയാൽ ഫലം ഇരട്ടിക്കുന്നതാണ്. അത് 108 തവണയോ 48 തവണയോ 21 തവണയോ ഇഷ്ടമുള്ളതുപോലെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ആ മഹാമന്ത്രം ഇതാണ്: ഓം ഐം ഹ്രീം ശ്രീം ശ്രീ പഞ്ചമ്യേ നമഃ. ഓം ഐം ഹ്രീം ശ്രീം ശ്രീ പഞ്ചമ്യേ നമഃ. ഓം ഐം ഹ്രീം ശ്രീം ശ്രീ പഞ്ചമ്യേ നമഃ. വ്രതശുദ്ധിയോടുകൂടി മാത്രമേ ഈ ദീപവഴിപാട് ചെയ്യാൻ പാടുള്ളൂ. സ്ത്രീകൾ പീരിയഡ്സ് ടൈമിലോ പുലവാലായ്മയുള്ളപ്പോഴോ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടോ ഒന്നും ഈ ദീപവഴിപാട് ചെയ്യാൻ പാടുള്ളതല്ല. ഈ ദീപവഴിപാട് ചെയ്യുന്ന ദിവസം നോൺ വെജ് ഭക്ഷണം കഴിക്കാനോ പാചകം ചെയ്യാനോ പാടുള്ളതല്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.